ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നുള്ളത് കുറേ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മുടെ പാർട്ട്ണർ പലപ്പോഴും ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യുന്ന ഈ ഒരു നിശബ്ദമായ ചില പെരുമാറ്റങ്ങളുണ്ടല്ലോ. ആ പെരുമാറ്റങ്ങൾ അത് പലപ്പോഴും നമ്മുടെ ബന്ധത്തെ ഇല്ലാതാക്കാറുണ്ട്. അതായത് നിശബ്ദമായി ഇരിക്കുക എന്നുള്ളതല്ല എങ്കിലും പലപ്പോഴും നമ്മൾ കുറേ കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയാതിരിക്കുക, അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടകരമായ നിശബ്ദ പെരുമാറ്റങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ല ഇത്. പക്ഷേ ആ റിലേഷൻഷിപ്പിനെ അത് മോശമായിട്ട് തന്നെ ബാധിക്കുള്ളൂ. അത് പലപ്പോഴും ആർക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ എന്തൊക്കെയാണ് അത്തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എന്നുള്ളത് നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കുക. ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചുമ്മാതെ അല്ല, അതായത് വെറുതെ ചെയ്യുന്നതല്ല. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് നല്ലതിന് വേണ്ടിയിട്ട് അത്തരത്തിൽ ഉപകാരപ്രദമാകുന്ന ആളുകൾക്ക് അത് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അതുകൊണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പൊ നമുക്ക് നോക്കാം ഒരു ബന്ധത്തിൽ അപകടകരമായിട്ടുള്ള നിശബ്ദമായ പെരുമാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത്. ഒന്നാമത്തെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ, സംസാരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ മനഃപൂർവ്വം പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് ചില സമയങ്ങളിൽ നമുക്കൊരു വിഷമം വരുന്ന സമയത്ത് നമ്മളടുത്ത് അവർ ചോദിക്കും എന്താ പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മൾ നോർമലി പറയുന്ന കാര്യമാണ് ഇല്ല, എനിക്കൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്നുള്ളത്. മേ ബി നമുക്ക് ആ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളത് അവര് കാരണമായിരിക്കാം. അവര് ഇപ്പം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പെരുമാറാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നമ്മളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടോ ഒക്കെ നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മളിങ്ങനെ മിണ്ടാതിരിക്കുന്നതൊക്കെ ആയിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം നമ്മളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്കത് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ അത് നമ്മൾ സംസാരിക്കേണ്ട കാര്യമാണ്, പക്ഷെ നമ്മൾ സംസാരിക്കാതിരിക്കുകയാണ് അവിടെ. ആ ഒരു നിശബ്ദത കൊണ്ട് പിന്നീട് ഉണ്ടാവുന്ന പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വലിയ രീതിയിലുള്ള വിഷമങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് നമുക്ക് വീണ്ടും വീണ്ടും അത്തരത്തിൽ അവരങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്ന് തോന്നും. അപ്പൊ നമുക്ക് അവർക്ക് നമ്മളെ ഇഷ്ടമല്ലേ എന്നുള്ളത് ഇങ്ങനെ ഫീൽ ചെയ്യാൻ തുടങ്ങും. വലിയ രീതിയിൽ തന്നെ നമ്മളത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ അതവിടെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ മേ ബി അവരെ നല്ല രീതിയിൽ പെരുമാറാൻ ശ്രമിക്കുമായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ അവർക്ക് പറ്റും. അപ്പൊ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരും എന്നുള്ളതാണ്. അറിയാത്തത് കൊണ്ടാണ് അവർ മാറ്റങ്ങൾ കൊണ്ടുവരാത്തത്. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, സംസാരിക്കേണ്ട കാര്യങ്ങൾ സംസാരിക്കുക തന്നെ വേണം. അതിപ്പോൾ എത്ര മോശമാണെന്ന് തോന്നുന്ന കാര്യമാണെങ്കിലും അവരുടെ അടുത്ത് പറയണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ തോന്നുകയാണെങ്കിൽ നിങ്ങളത് പറയുക. അങ്ങനെ ഓപ്പണായിട്ട് പറയാൻ പറ്റുന്നതാവണം ഒരു ബന്ധം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ പറയാതിരിക്കുമ്പോൾ പിന്നീട് നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം എന്നില്ല. അതുകൊണ്ട് അപ്പം തന്നെ എല്ലാം പറയാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം സൈലന്റ് ട്രീറ്റ്മെന്റ് ആണ്. പലപ്പോഴും നമ്മൾ ഒരു പ്രശ്നം വന്നു കഴിയുമ്പോൾ മിണ്ടാതിരിക്കുന്ന ഒരു ശീലം പലർക്കും ഉണ്ട്. അത് കൂടുതലും സ്ത്രീകൾക്കാണ് നമ്മൾ കാണാറുള്ളത്. പുരുഷന്മാർ വലിയ രീതിയിൽ അങ്ങനെ ഒരു മിണ്ടാതിരിക്കുക അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല. കാരണം അവർ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നം പരിഹരിക്കണം എന്ന് ചിന്തിക്കുന്നവരാണ്. അപ്പൊ അതിങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കാറൊന്നുമില്ല. പക്ഷെ ചില ആളുകൾ ഉണ്ട് താനും. അപ്പൊ എങ്ങനെയാണെങ്കിലും നമ്മളിങ്ങനെ ഒരു പ്രശ്നം കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുക എന്നുള്ളത് ഒക്കെ നമുക്ക് ആ ദേഷ്യം തീരുന്നത് വരെ ഒരു വാശിപ്പുറത്തൊക്കെ നമുക്ക് മിണ്ടാതിരിക്കാം. പക്ഷെ ആ ദേഷ്യം തീരാൻ 2-3 ദിവസങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇപ്പൊ നിങ്ങൾക്ക് ദേഷ്യം വരുന്ന പോലെ അവർക്ക് ദേഷ്യം വരുന്നുണ്ടാവും. ആ സമയത്ത് വായിത്തൊക്കെ വിളിച്ചു പറയും. ചിലപ്പോൾ നമ്മളൊന്നും അങ്ങനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുന്ന ഒരാളായിരിക്കില്ല, പക്ഷെ അവരങ്ങനെ ഉള്ളൊരു പേഴ്സൺ ആയിരിക്കാം. അപ്പൊ നിങ്ങൾക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ അടുത്ത് പിന്നീട് ഒരു അവസരത്തിൽ അവർ കൂളായിരിക്കുന്ന സമയത്ത് ഓപ്പണായിട്ട് പറയുക. അതല്ലാതെ ഒരിക്കലും നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അത് ആ ഒരു ദിവസം നിങ്ങൾ മിണ്ടാതിരുന്നാലും അന്ന് രാത്രിയോട് കൂടിയിട്ട് ആ പ്രശ്നം പരിഹരിച്ചിരിക്കണം എന്നുള്ളതാണ്. അത് ഒരു ബന്ധത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ എത്ര ദിവസം മിണ്ടാതിരിക്കുന്നോ അത്രത്തോളം നിങ്ങളുടെ ബന്ധം അകന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അത് നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കാം. സോ അതുകൊണ്ട് സൈലന്റ് ട്രീറ്റ്മെന്റ് നല്ലതല്ല എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഇമോഷൻസ് ഒന്നും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് ഷെയർ ചെയ്യുന്നില്ല എന്നുള്ളത്. നിങ്ങളുടെ വിഷമാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ സന്തോഷമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആണെന്നുണ്ടെങ്കിലും പേടിയാണെങ്കിലും എല്ലാം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. കാരണം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് നടക്കുന്നത് എന്നുള്ളത്. നിങ്ങൾക്ക് മേ ബി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കുക ഒരു പേടിയായിരിക്കും, പക്ഷെ അത് പുറമേന്ന് കാണുന്ന ആൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ചിലപ്പോൾ അതൊരു വിഷമമായിരിക്കും എന്നുള്ളതാണ്. അതല്ലാതെ അവർക്ക് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ഹേർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. നിങ്ങൾക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തോന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് പറയുക. അപ്പോഴേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതായത് നിങ്ങളുടെ ഇമോഷൻസ് നിങ്ങൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് അവരെ ഒന്ന് ഹഗ് ചെയ്യണം എന്നുണ്ടെന്ന് വിചാരിക്കാം. നിങ്ങളത് അവരുടെ അടുത്ത് പറയണം. അല്ലാതെ അവർക്ക് നിങ്ങൾക്ക് ഇപ്പൊ അവരെ ഹഗ് ചെയ്യണം എന്നുണ്ട്, അല്ലെങ്കിൽ അവർ നിങ്ങളെ ഹഗ് ചെയ്താൽ കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്, അത് മനസ്സിലാക്കാൻ അവർക്ക് കഴിയില്ല. അപ്പോൾ അതവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവരങ്ങനെ ചെയ്യണം എന്നുമില്ല. നമുക്കത് പിന്നീട് ഒരു വിഷമമായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ
നിങ്ങൾക്കുള്ളിലുള്ള ഇമോഷൻസ് അത് നിങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തേ പറ്റുള്ളൂ. അങ്ങനെ ഷെയർ ചെയ്യാതിരിക്കരുത്. നിങ്ങളെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനെ നിങ്ങളൊന്നും ഷെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനൊരു തടസ്സമാണ് ഇത്തരത്തിലുള്ള ഇമോഷൻസ് ഷെയർ ചെയ്യാതിരിക്കുക എന്നുള്ളത്. നാലാമത്തെ ഒരു കാര്യം പ്രശംസ, അതുപോലെ നന്ദി. ഇതിനൊന്നും യാതൊരു പ്രാധാന്യം കൊടുക്കാതെ അവിടെ ഒന്നും നമ്മൾ അതൊന്നും പറയാതിരിക്കുക എന്നുള്ളതാണ്. അതായത് നന്ദി പറയേണ്ടടുത്ത് നമ്മൾ നന്ദി പറയണം. അതേപോലെ തന്നെ നമ്മൾ അവർക്കൊരു അപ്രിസിയേഷൻ കൊടുക്കേണ്ട സമയത്ത് അത് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒരു കുറവായിട്ട് തന്നെ കിടക്കും. അപ്പൊ അതിങ്ങനെ ഒരു അകലം തോന്നും. അതെങ്ങനെയാ തോന്നുക വെച്ച് കഴിഞ്ഞാല്, നോർമലി നമ്മളിപ്പോൾ ഒരാൾ നമുക്ക് എന്തെങ്കിലും ചെയ്തു തന്നു കഴിഞ്ഞാൽ നമ്മൾ അവരുടെ അടുത്ത് താങ്ക്സ് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ പാർട്ട്ണറെ നമ്മൾ സ്നേഹിക്കുന്ന ആൾ ചെയ്തു തരുമ്പോൾ നമ്മൾ ഒരു താങ്ക്സ് ഒന്നും പറയില്ല. കാരണം നമ്മൾ വിചാരിക്കും അവർ ചെയ്തു തരേണ്ടതല്ലേ, നമുക്കിടയിൽ അങ്ങനെയൊക്കെ ഉണ്ടോ, ഇതിനൊന്നും ആവശ്യമില്ല എന്നുള്ളത്. ആവശ്യമുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണില്ല എന്നുള്ളതാണ്. നമ്മൾ പറയുന്ന ഓരോ താങ്ക്സും വിലപ്പെട്ടതാണ്. മറ്റുള്ള ആളുകൾ പറയുന്നതിനേക്കാൾ നമ്മൾ പറയുമ്പോൾ അവർക്കതിന് വാല്യൂ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. അപ്പോഴേ അവർ വീണ്ടും വീണ്ടും ചെയ്തു തരുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും കാര്യം ചെയ്തു തരുമ്പോൾ നിങ്ങൾ അതിനെ വിലമതിക്കുന്നുണ്ടെന്ന് തോന്നിയാൽ, നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മാത്രമാണ് അവർ പിന്നീട് നിങ്ങൾക്ക് അത് ചെയ്തു തരുള്ളൂ. അതല്ലെങ്കിൽ അവർക്ക് ഫീൽ ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തിന് എഫേർട്ട് എടുക്കണം, ഞാൻ ചെയ്തു കൊടുക്കുന്നതിന് പ്രത്യേകിച്ചൊരു വാല്യൂ ഇല്ല എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു റിലേഷൻഷിപ്പിൽ തോന്നാൻ പാടില്ല. അതുകൊണ്ട് നന്ദി പറയേണ്ടടുത്ത് നന്ദി പറയുക, അപ്രിസിയേഷൻ കൊടുക്കേണ്ടടുത്ത് അങ്ങനെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഒഴിവാക്കി നടക്കുക എന്നുള്ളത്. ഈ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിൽ വരാതിരിക്കുക എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വരും കൂടി വേണം. അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെറിയ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടുപേരും വ്യത്യസ്തമായ രീതിയിൽ ജീവിച്ച് വളർന്നവരാണ്. അപ്പോൾ അവരുടേതായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉറപ്പായിട്ടുണ്ടായിരിക്കും. അത് ഓപ്പൺ ആയിട്ട് അവർ പറയുന്നു എന്നുള്ളതാണ്. ഹെൽത്തി റിലേഷൻഷിപ്പിൽ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വാക്ക് തർക്കങ്ങൾ വരും എന്ന് കരുതി വീണ്ടും അവർ ഷെയർ ചെയ്യാതിരിക്കില്ല. ഉള്ളിൽ തോന്നുന്ന എല്ലാ കാര്യങ്ങളും പരസ്പരം അവർ ഷെയർ ചെയ്യും. അത് അങ്ങനെ വഴക്കുകൾ വന്നു കഴിഞ്ഞാലും അത് സോൾവ് ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷെ പലപ്പോഴും പല ബന്ധങ്ങളിലും നമ്മൾ കാണുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നമായിട്ട് മാറും എന്നുള്ള ചിന്ത കൊണ്ട് പല കാര്യങ്ങളും പറയാതിരിക്കുക എന്നുള്ളത്. അത് അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് വിചാരിച്ച് നമ്മൾ പറയാതിരിക്കുന്നതാണെങ്കിൽ അത് പിന്നീട് ഒരു അവസരത്തിൽ അന്ന് ഉണ്ടാവേണ്ടതിനേക്കാൾ കൂടുതൽ വലിയ കാഠിന്യത്തിൽ ഒരു പ്രശ്നമായിട്ട് മാറിയേക്കാം എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചോദിച്ച് മനസ്സിലാക്കുക. അതങ്ങനെ നീട്ടി വലിച്ചു കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി എന്നുണ്ടെങ്കിലും അതിന് വലിയ രീതിയിലുള്ള ഒരു ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷെ പിന്നീട് ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അതിൻ്റെ കാഠിന്യം കൂടും. വലിയ രീതിയിലേക്ക് പ്രശ്നങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചിലപ്പോൾ അവർ ചോദിക്കും, നീ എന്താ പിന്നെ അന്ന് പറഞ്ഞില്ല, ആ രീതിയിലൊക്കെ മാറും. അപ്പോൾ ഇതൊക്കെ ഉള്ളിൽ വെച്ച് നടക്കായിരുന്നു അല്ലേ എന്നൊക്കെ വരും എന്നുള്ളതാണ്. അങ്ങനെയൊന്നും വരേണ്ട ആവശ്യമില്ല, വരരുത്. അപ്പം അതിനെ ശ്രദ്ധിക്കേണ്ടത് നമ്മളാണ്. സോ പ്രശ്നം ഉണ്ടാവരുത് എന്ന് കരുതി എല്ലാം ഒതുക്കി കൂടി ഇരിക്കരുത്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യുക. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുക. ആവശ്യങ്ങൾ പറയുക വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ലക്ഷറിയസ് ലൈഫ് വേണം അങ്ങനെയൊന്നുമില്ല. അവർ നിങ്ങളെ ശ്രദ്ധിക്കണം, നിങ്ങളെ സ്നേഹിക്കണം, എന്തൊക്കെയോ കുറവുകൾ ശ്രദ്ധയിൽ വരുന്നുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയുക എന്നുള്ളതാണ്. ഒരു ബന്ധം ഒരിക്കലും തകരുന്നത് പെട്ടെന്നൊരു ദിവസം കൊണ്ടല്ല. അത് പല തവണയായിട്ട് അവരെ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പരസ്പരം മനസ്സിലാക്കാത്തത് കൊണ്ടോ ഇമോഷൻസ് പ്രകടമാക്കാത്തത് കൊണ്ടോ അത് അറിയാത്തത് കൊണ്ടൊക്കെയാണ്. അപ്പൊ അതൊക്കെ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ബന്ധങ്ങൾ തകരാതെ മുന്നോട്ട് കൊണ്ടുപോകാനും പറ്റും. അപ്പൊ അതിന് നിങ്ങൾക്ക് കഴിയട്ടെ. എന്തായാലും ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെക്കുക. എന്നിട്ട് ഒരിക്കലും നിങ്ങളിത് ആവർത്തിക്കാതിരിക്കുക. ഇപ്പൊ ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കഴിഞ്ഞ കാര്യങ്ങളാണ്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. പക്ഷെ ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ വേണം എന്ന് തോന്നുന്ന ആളുകൾ ഞങ്ങളെ ഇന്ന് കോൺടാക്ട് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്